അല്ല, എനിക്ക് ഇന്നും വ്യക്തിപരമായ വലിയ സ്നേഹമുള്ള രണ്ട് നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. അവര് എൻ്റെ അടുത്ത് മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരണമെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ പോലെ ഒരാള് യു ഡി എഫിന്റെ ഭാഗമാകണം, ഞാൻ ശക്തമായി പിണറായി വിജയനെതിരെ പലപ്പോഴായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം നേതാക്കന്മാരോട് നമുക്ക് സ്നേഹമുള്ളപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിലേക്ക് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. നേതാക്കന്മാരോട് നാളെ എനിക്ക് സ്നേഹം കാണും. അതിപ്പോ ഞാൻ നേരത്തെ ഇപ്പൊ BJP ചില വിമർശിച്ചു നിങ്ങൾ പറയുന്ന സമയത്ത് എത്രയോ നേതാക്കന്മാരുടെ വ്യക്തിബന്ധം സുരേഷ് ഗോപി ജയിക്കുമെന്നൊരു, പക്ഷേ UDF ഒപ്പം പല പരിപാടി പങ്കെടുക്കുമ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്നും അത് ആവർത്തിച്ച് ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കയറണമെന്ന് പറയുമ്പോൾ ആശയങ്ങളുടെ ചില ബാധ്യതകൾ പേറാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് പറ്റണമെന്നില്ല. അല്ല, അത് അല്ല, ഞാനൊരിക്കലും അങ്ങനൊന്നും അകത്ത് പോകണോ പുറത്തു വരണോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഞാൻ ഒന്നും ഈ പാർട്ടിക്കുള്ളിലില്ല. ഞാൻ അകത്ത് വരണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് അവരായിരുന്നു. അതിപ്പം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അതേസമയം തന്നെ 2020 പോലത്തെ ഒരു പ്രസ്ഥാനം അവരൊരു സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സും കിഴക്കമ്പലം പോലൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടിരിക്കും. ഒരു സമയത്ത് ഇപ്പം നമ്മൾ ഗുജറാത്തിനെ കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ ഒരു എന്താണ് മോദിജി ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും ഗുജറാത്തിൽ പോയി പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തിന്റെ ഏതൊരു പഞ്ചായത്തിനും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ് കിഴക്കമ്പലം. അതേ കണക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കൊണ്ടുവന്നൂടാ? ഇത്തരം ചിന്തകൾ വന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരുപക്ഷെ ഞാൻ വി ഡി സതീശനെ അതിശക്തമായി വിമർശിച്ച വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ അതിശക്തമായി, ഞാനൊരിക്കൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളോട് കണ്ട സമയത്ത് ഞാൻ അതിനിശിതമായി അദ്ദേഹത്തെ വിമർശിച്ച് ഞാനൊരു വീഡിയോ സംസാരിച്ചു. ആ വീഡിയോ അദ്ദേഹം കാണുകയും അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. നേതാക്കന്മാരോട് നമുക്ക് വ്യക്തിവിരോധം ഇല്ലാന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നു. സ്നേഹമാണ്. 12 മണി വരെ പുറത്തുള്ള അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ തർക്കം നിൽക്കുന്നു. ഇതില് ഈ മദ്യനയം, അതായത് LDF അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ LDF ഇപ്പോ മദ്യ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറിയിരിക്കുകയാണത്. ഇവിടെ മദ്യം പ്രൊമോട്ട് ചെയ്ത് ഇവിടുത്തെ യുവാക്കളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ കുടിപ്പിച്ച് കിടത്തി വോട്ട് മേടിക്കുക. ഇതിൽ രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, മദ്യം കുടിപ്പിച്ച് വരുമാനമുണ്ടാക്കുക, ഒരു തലമുറയെ ഇല്ലാതെയാക്കുക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശം. അത് LDFും അതുപോലെ UDFും ഒറ്റക്കെട്ടാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. മന്ത്രി പറയുന്നു ഇത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമായിട്ട് ഈ ഫയൽ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാതെ അദ്ദേഹം മുക്കി മൂളിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം എന്താണ്? ഇവർ രണ്ട് കൂട്ടരും ഈ തെരഞ്ഞെടുപ്പിനുള്ള പണം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ മദ്യ നിയമം നടപ്പിലാക്കിയതോടുകൂടി ഈ രണ്ട് മുന്നണിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള കോടികള് ഈ പറയുന്ന മദ്യ കമ്പനികളിൽ നിന്ന്, മദ്യരാജാക്കന്മാരിൽ നിന്ന് മേടിച്ചതിന്റെ ഒരു പ്രത്യുപകാരമാണ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് LDF ചെയ്തതും. അതുപോലെ തന്നെ മത്സരിക്കാനായിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFും കൂടി മൗന അനുവാദം കൊടുത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. ഇത് രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് അത് നടന്നിരിക്കുന്നത്.